എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പ മരിച്ച സമയത്തുള്ളൊരു സിറ്റുവേഷൻ ആൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴായിട്ട് നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് നന്മ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ആളുകൾ നമ്മളെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ, അവരെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും. ഈ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ അവർക്ക് നൽകും. ചിലപ്പോൾ അവർക്ക് ഉപദേശമൊന്നും ആവശ്യം ഉണ്ടാവില്ല, നമ്മളിങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം പഠനങ്ങൾ പറയുന്നുണ്ട്, ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ഒരാളായിട്ട് നമ്മളെ പ്രശ്നം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സ്ട്രെസ്സൊക്കെ ഏകദേശം 80% വരെ നമുക്ക് കുറക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മളെ സമീപിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഉപദേശമൊന്നും കൊടുക്കേണ്ടി വരില്ല, ജസ്റ്റ് അവരെ കേട്ടിരുന്നാൽ മാത്രം മതിയാവും എന്നുള്ളത്. ഇനി ഇതും അല്ലാത്തൊരു ടീമുണ്ട്. അപ്പം എൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു സ്റ്റോറി പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പ മരിച്ച സമയത്തുള്ളൊരു സിറ്റുവേഷൻ ആൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ജുനൈസ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായാൽ മാത്രം മതി, ആരും എന്നോട് സംസാരിക്കുക, എന്നെ ആശ്വസിപ്പിക്കുക, സാരല്ല കേട്ടോ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കില്ലായിരുന്നു. എൻ്റെ കൂടെ ഒരാളുണ്ട്, എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെന്ന് മാത്രം, അത് മാത്രമേ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മളൊരു പ്രസൻസൊക്കെ, അല്ലെങ്കിൽ ഒരു കേട്ടിരിക്കാൻ, ഇതൊക്കെ ആയിരിക്കും ബാക്കിയുള്ള ആളുകൾക്ക് ആവശ്യം എന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കി.